ഇനി കാസർകോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ കുമ്പളയിൽ വ്യാപാരിയിൽ നിന്ന് പണം തട്ടിയ സംഘം പിടിയിലായിട്ടുണ്ട്. ദമ്പതികൾ ഉൾപ്പെടെ 3 പേരാണ് 64-കാരനായ വ്യാപാരിയിൽ നിന്ന് പണം തട്ടിയെടുത്തത്. കടം വാങ്ങിയ പണം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് യുവതി വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. ദൃശ്യങ്ങൾ പകർത്തിയാണ് പണവും മൊബൈൽ ഫോണും തട്ടിയെടുത്തത്. 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അരുൺ പൂപ്പറമ്പ വാർത്തയുടെ വിവരങ്ങൾ നൽകും. അരുൺ, അപ്പോൾ ഹണി ട്രാപ്പാണ്, ഗൗരവമുള്ള പരാതിയാണ്. എന്തൊക്കെയാണ് പോലീസ് മനസ്സിലാക്കിയിട്ടുള്ളത് ഈ ഒരു പരാതി സംബന്ധിച്ച്? അരുൺ. ഷിഹാസ്, ഈ മാസം 16-നാണ് ഈ കേസിനാസ്പദമായിട്ടുള്ള സംഭവം ഉണ്ടായത്. കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. വ്യാപാരിയായിട്ടുള്ള 64-കാരനാണ് ഇതിൽ പരാതിക്കാരൻ. അയാളിൽ നിന്ന് കടം വാങ്ങിയ പണം തിരികെ നൽകാം എന്ന് പറഞ്ഞുകൊണ്ടാണ് യുവതി ഈ വ്യാപാരിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. 16-ാം തീയതി രാത്രി സമയത്താണ് വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ടത്. ആ പണം തിരികെ നൽകാം എന്ന് അത്തരത്തിലുള്ള കാര്യമാണ് വ്യാപാരിയോട് പറഞ്ഞത്. അതിനുശേഷം വ്യാപാരി ആ വീട്ടിലേക്ക് എത്തുന്നു. എന്നാൽ അവിടെ എത്തിയതിനു ശേഷം ആ യുവതി ചെയ്തത്, ആ യുവതിയുടെ ഭർത്താവ് ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ മറ്റൊരു ബന്ധുവും ആ വീട്ടിലുണ്ടായിരുന്നു. ഈ വ്യാപാരിയെ നിർബന്ധിച്ച് ഇവരുടെ കിടപ്പുമുറിയിലേക്ക് കയറ്റുകയായിരുന്നു. അതിനുശേഷം ആ ദൃശ്യങ്ങളും ആ ചിത്രങ്ങളും ഇയാളുടെ പകർത്തി അത് വെച്ചുകൊണ്ടാണ് ഭീഷണിപ്പെടുത്തിയത്. ആ സമയത്ത് കയ്യിലുണ്ടായിരുന്ന 15,000 രൂപയും അതോടൊപ്പം തന്നെ 25,000 രൂപ വിലമതിക്കുന്ന മൊബൈൽ ഫോണും അവർ തട്ടിയെടുത്തു. അതിനുശേഷം ഈ വ്യാപാരിയുടെ കയ്യിലുണ്ടായിരുന്ന ATM കാർഡ് കൈക്കലാക്കി അതിന്റെ പിൻകോഡ് ഉപയോഗിച്ചുകൊണ്ട് ATM-ൽ ഉണ്ടായിരുന്ന 7,500 രൂപയും ഇവർ ആ സമയത്ത് തന്നെ കൈക്കലാക്കി. പിന്നീട് ഈ ഭീഷണി തുടർന്നു. 2 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. അത് നൽകിയില്ലെങ്കിൽ ഈ ചിത്രങ്ങളും ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കും എന്ന തരത്തിലായിരുന്നു ഭീഷണി ഉണ്ടായിരുന്നത്. 2 ലക്ഷം രൂപ കൂടി തരണമെന്നാണ് ആവശ്യപ്പെട്ടത്. ഇതോടെയാണ് വ്യാപാരി കുമ്പള പോലീസ് സ്റ്റേഷനിൽ ഇത്തരത്തിലുള്ള പരാതി നൽകിയത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് 3 പേർക്കെതിരെ കേസെടുത്തത്. കുബണൂർ സ്വദേശിയായിട്ടുള്ള റിസ്വാന, ഭർത്താവ് ഹസൻ ആസിഫ്, ബന്ധു സിറാജ് എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. ഇതിൽ ഹസൻ ആസിഫിനെയും സിറാജിനെയും കുമ്പള പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ റിസ്വാന ഒളിവിൽ പോയിട്ടാണ് ഉള്ളത് എന്നാണ് പോലീസ് എന്തായാലും പറയുന്നത്. റിസ്വാനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തെരച്ചിലും പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ശരി.